വിവിപാറ്റിന്റെ പേരിൽ CPM വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. വോട്ടർമാരുടെ സ്വകാര്യ അവകാശത്തിൽ CPM കടന്നുകയറുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും MK രാഘവൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അതിന്റെ പ്രതികരണം ഉപയോഗിക്കുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. അത് വലിയൊരു കോൺസ്പെർസിയാണ്. ഇങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്താൽ ആ വോട്ട് ഞങ്ങൾ അറിയും. വിവിപാറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അത് വളരെ വ്യാപകമായി സ്വന്തം പാർട്ടിയിലെ അണികളെ അവരുടെ വിശ്വാസമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ വ്യാപകമായി പറയുകയാണ്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും അത് ഞങ്ങൾ അറിയും, ഞങ്ങൾക്ക് ആ സ്ലിപ്പ് കാണാൻ കഴിയും. ഇപ്പം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KR സാജു ഉണ്ട്. സാജു, വിമർശനത്തിന്റെ അടിസ്ഥാനം എന്താണ്? വോട്ടർമാരെ ഏത് വിധത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് MK രാഘവൻ പറഞ്ഞിരിക്കുന്നത്? വിവിപാറ്റിന്റെ പേരിൽ MK രാഘവൻ പറയുന്നത് വിവിപാറ്റിന്റെ പേരിൽ LDF വ്യാജ പ്രചരണം നടത്തുകയാണ്. വിവിപാറ്റിന്റെ രസീതിൽ നിന്നും ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നും അത്തരത്തിൽ UDFന് വോട്ട് ചെയ്താൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് കുടുംബ സംഗമങ്ങളിലൂടെ അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഒക്കെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ CPM പ്രചരണം നടത്തുന്നു, ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളുടെയും മൊത്തത്തിലുള്ള ലംഘനമാണ് എന്ന ആരോപണവും MK രാഘവൻ മുന്നോട്ട് വെക്കുന്നു. സ്വന്തം അണികളെ പോലും വിശ്വാസമില്ലാത്ത രീതിയിലാണ് CPM ഭീഷണിയുമായി മുന്നോട്ട് പോകുന്നത്. വോട്ട് ചെയ്യുക എന്നുള്ള, ആർക്ക് വോട്ട് ചെയ്യുക എന്നുള്ള വ്യക്തിയുടെ സ്വകാര്യ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം CPM നടത്തുകയാണ് എന്ന ആരോപണവും MK രാഘവൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും MK രാഘവൻ മീഡിയ വണ്ണിനോട് വ്യക്തമാക്കി. അന്ന.